ഹായ്, ഞാൻ ജിന്ധ്യ ശിവദാസ്. ഹായ് ജിന്ധ്യ, ഐ എം സീതാ ലക്ഷ്മി ഹരിഹരൻ. നൈസ് ടു മീറ്റ് യു. അപ്പോൾ എന്താ ആക്ച്വലി ജിന്ധ്യ ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ആർട്ട് ഓഫ് ലിവിങ് ഫാക്കൽറ്റി ആണ്, യൂത്ത് ട്രെയിനർ ആണ്. ഓക്കെ. പിന്നെ അത് കൂടാതെ ഹീലിംഗ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഐ എം വർക്കിംഗ് ആസ് എൻ ഏവിയേഷൻ ഇൻസ്ട്രക്ടർ. കൂടാതെ ഒരു ഓൺട്രപ്രണർ കൂടിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ഐ എം ഡൂയിങ് മെഡിറ്റേഷൻ എവറി ഡേ. Oh, that's nice to know. I think I'll just give a background of what all I am doing. Yeah. സീതാ ലക്ഷ്മി ഹരിഹരൻ. ഞാൻ ഒരു 2014 തൊട്ട് മോഡലിംഗ് മീഡിയ ഇൻഡസ്ട്രിയിലുണ്ട്. ആസ് എ പാഷൻ അത് തന്നെയാണ്. പിന്നെ ഞാൻ ബാങ്കറാണ്. അത് ഒരു 10 years ഓൾമോസ്റ്റ് ഐ എം വർക്കിംഗ് ആസ് എ ബാങ്കർ. മാനേജറായിട്ട് നമ്മളുടെ മാർക്കറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ആർട്ട് ഓഫ് ലിവിങ്ങും കാര്യങ്ങളും കുറച്ച് പ്രാക്ടീസ് ചെയ്യാനും. ബട്ട് വിത്ത് ദ കറൻറ്റ് റോൾ ഇപ്പോൾ ഭയങ്കര ചാലഞ്ചിങ് ആണ്. യുനോ ഇറ്റ്സ് ഹൈലി കോമ്പറ്റേറ്റീവ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ യു വുഡ് ഹാവ് നോൺ ദ ടൈംസ് വെൻ കസ്റ്റമേഴ്സ് വന്ന് അവിടെ ഒന്ന് ക്യൂവിൽ നിൽക്കും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓർഡറിനനുസരിച്ച് ചെയ്യും. ബട്ട് സിൻസ് ദർ ഇസ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻ നൗ വി ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് ആൻഡ് ഗെറ്റ് ദം. അപ്പോൾ അതിൻ്റെ ഒരു ദാറ്റ് സംതിങ് ഐ തിങ്ക് ആസ് ലേഡീസ് നമ്മൾ അത്ര യൂസ്ഡ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഡ് അല്ലാത്ത സാധനം ചെയ്യുന്നതിൻ്റെ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ കോർട്ടിസോൾ ലെവൽസ് ഹൈ ആണ്. പിന്നെ പാഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓട്ടമുണ്ട്. ബട്ട് കുറച്ചും കൂടി നമ്മൾ എൻജോയ് ചെയ്യും, കാരണം നമുക്കും കൂടെ ഒരു ഭയങ്കര കൊതിയുള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ മെയിൻലി ഐ തിങ്ക് ആ ഒരു എപ്പോഴും ആ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ഹൗ ഡു യു മാനേജ് സോ ദാറ്റ് മേ ബി മീ ഓർ പീപ്പിൾ ലൈക്ക് മീ ക്യാൻ ഗെറ്റ് സം ടിപ്സ്? ഷുവർ. ആക്ച്വലി ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കൂടി എല്ലാം ഞാൻ കടന്നു പോയിട്ടുള്ള ആളാണ്. ഞാൻ 2013 ഈ ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും എനിക്ക് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക, ഫ്രണ്ട്സ് ഉണ്ടാവുക. ഐ എം വെരി മച്ച് അറ്റാച്ച്ഡ് ടു മൈ ഫ്രണ്ട്സ്. പിന്നെ അതിൽ നിന്നുള്ളൊരു പെയിൻ, അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി, സ്ട്രെസ്. അപ്പം എനിക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കണമെന്ന് അറിയില്ല. നമുക്ക് ആൾക്കാർ സൊല്യൂഷൻസ് പറഞ്ഞു തരാറുണ്ട്. എന്താ പറയുക, നമ്മളെപ്പോഴും മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കുക, ടെൻഷൻ അടിക്കരുത്. പക്ഷെ വാട്ട് ഈസ് എ സൊല്യൂഷൻ? ഉപദേശങ്ങൾ ആർക്കും അഡ്വൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ പറ്റുള്ളൂ. ഒരു മോട്ടിവേഷൻ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ എത്ര നേരം നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും? Maybe that day. Yeah. Next day again the same situations will come. ഒരിക്കലും നമുക്ക് അതിനെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് അതിനൊരു ശാശ്വത പരിഹാരം? ദാറ്റ് ഈസ് എ ടെക്നിക് വിൽ ഹെൽപ്പ്. ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡാണ്. കാരണം നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഓവർ ഒരു 1 days ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് കാരണമല്ല, അത് ഡെയിലി ചെയ്യുന്ന കാരണമാണ്. ആൻഡ് അതൊന്നൊരു എക്സിറ്റ് ഇല്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. We have to work and do all these things. You have to accept the situation. അത് അക്സെപ്റ്റ് ചെയ്ത് അപ്പം അത് കാരണമാണ് പൈലപ്പ് ചെയ്ത് സ്ട്രെസ് വന്നത്. അപ്പം അതിൻ്റെ സൊല്യൂഷൻ ഒരിക്കലും ഒരു ഒറ്റ മോട്ടിവേഷണൽ വീഡിയോയോ ഒരു ഇങ്ങനെ വരുന്ന ഒരു സാധനമല്ല. അതും ഒരു റുട്ടീനായിട്ടുള്ളൊരു സാധനം തന്നെ ആയിരിക്കണം. അത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് തിങ്ക് ദാറ്റ്. എല്ലാവരും മറ്റേ ഇൻസ്റ്റന്റ് എന്തോ ഒരു സൊല്യൂഷനാണ് തപ്പുന്നത് തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി, വിശപ്പ്, ബോഡിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ മൈൻഡിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണമാണ് മെഡിറ്റേഷൻ. നമ്മൾ ഡെയിലി കുളിക്കാറുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ്? ഫീൽ ഫ്രഷ് ആൻഡ് ആക്റ്റീവ്, ബോഡി ക്ലീനിങ്ങിന്. സെയിം ടൈം നമ്മുടെ മൈൻഡിന് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റി, മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വരും, നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും, സിറ്റുവേഷൻസ് വരും. പക്ഷെ നമ്മൾ ആരും അവെയർ അല്ല അബൌട്ട് അവർ മൈൻഡ്. അല്ലേ? അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമുക്കിപ്പോ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻസ് നെഗറ്റീവ്, എനിക്ക് ഒരാൾ ഇഷ്ടമില്ല, പക്ഷെ നമ്മൾ ആ വ്യക്തി ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ആർക്കും അവിടെ പ്രശ്നം ഉണ്ടാവുക? നമുക്ക് തന്നെയാണ്, അവർ ഓൺ മൈൻഡ്. പക്ഷെ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം? ദാറ്റ് ഈസ് മെഡിറ്റേഷൻ. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നോളജ് എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ ഹൗ ടു ഡു, that is the real thing. So അങ്ങനെ 2013 ഞാൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുമായിരുന്നു, കിങ് ഫിഷർ എയർലൈൻസിൽ. അപ്പൊ അതിനുശേഷം ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അറിയാമല്ലോ, എയർലൈൻസ് ഡൗൺ ആയി.
അപ്പോൾ ഇവൻ ജോബ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു, വീട്ടിൽ വന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ കൂടി എനിക്ക് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ആക്ച്വലി ഒരു ആർട്ട് ഓഫ് ലിവിന്റെ കോഴ്സിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ടീനേജേഴ്സിനെയും പോലെ ഞാൻ പറഞ്ഞു, ഓ എനിക്കിത് പറ്റിയ പരിപാടിയൊന്നുമല്ല. സി നമുക്ക് എപ്പോഴും മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ മൈൻഡിലേക്ക് വരുന്ന ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു പ്രായമായ ഇറ്റ്സ് ഓൺലി ഫോർ ഏജ് പീപ്പിൾ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നത്. നമ്മളിത് ഏജ്ഡ് ആൾക്കാർക്കുള്ള കാര്യമാണ്, നമുക്കുള്ള കാര്യമല്ല. അങ്ങനെ ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഈ ഒരു പ്രോഗ്രാം എൻ്റെ അമ്മ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി ചെയ്യിക്കുന്നതാണ്. പക്ഷെ ആ ഒരു 6 ഡേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മൈൻഡ് എത്ര സെറ്റിൽഡ് ആണ്, എത്ര ഹാപ്പിയാണ്. ഇതെനിക്കൊരു 18 ഇയേഴ്സിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. കുറച്ച് നാൾക്ക് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ലൈഫിലെ ഫോക്കസ് മാറുമായിരുന്നു എന്ന് മനസ്സിലായി. കാര്യം നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഇതിനെയൊന്നും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മാറാൻ പറ്റും? നമ്മുടെ മൈൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ അതിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ട്രൂ ദാറ്റ്. പിന്നെ തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തില് കൂടുതലും നമുക്ക് ടൈം ഉള്ള കാരണം നമുക്ക് ഒരിടത്ത് പിടിച്ച് നമ്മൾ ഇരുത്താൻ താല്പര്യം കുറവായിരിക്കും. ആൻഡ് ഐ തിങ്ക് ഒരു 30+ ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഒരിടത്തൊന്ന് ഇരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഐ തിങ്ക് അത് കാരണമായിരിക്കും ആ ഒരു അതർ ദാൻ ദി ഏജ് ഫാക്ടർ. ഐ തിങ്ക് ആ ചെറുപ്പത്തിൽ അത്രയ്ക്കും ടൈമും ഒരു എനർജി ലെവലും നമ്മൾ ഉള്ള കാരണം നമുക്ക് ഓക്കെ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പലർക്കും ഇങ്ങനെ ഇരിക്കാൻ തന്നെ നോ. പക്ഷെ പ്രായമാകുമ്പോൾ അങ്ങനെ ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ വി ആർ സോ ടേക്കിംഗ് ഇറ്റ് ഫോർ എന്താ പറയുക ഭയങ്കര വാല്യൂബിൾ ആയിട്ട് കാണുന്നുണ്ട്. ആ പീസിന്റെ വാല്യൂ ഐ തിങ്ക് ഈ ഒരു ടൈമിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരു റഷാണ്. ബട്ട് ചെറുപ്പത്തിൽ വി ഹാവ് ദാറ്റ് ടൈം യുനോ ചുമ്മാ കുറേ നേരം ഇരിക്കാൻ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ അറിയാണ്ട് മെഡിറ്റേറ്റീവ് ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് ആക്ച്വലി ആ ടൈം ഇല്ലാത്ത കാരണമാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യേണ്ട ഒരു നീഡ് വരുന്നത് തോന്നുന്നു. സോ ദാറ്റ് അവർ എന്താ പറയുക ആങ്സൈറ്റി ലെവൽസ് എവറിത്തിങ് ഇസ് ബാലൻസ്. എനിക്ക് പെട്ടെന്നൊരു തോന്നിയൊരു തോട്ടാണ്. പക്ഷെ എൻ്റെ ഒരു ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഞാൻ സ്ട്രെസ് എന്താണെന്ന് അറിഞ്ഞെനിക്ക് തോന്നുന്നു 5th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ടാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് ടൈം ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. പാരന്റ്സ് വർക്കിംഗ് ആണ്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഇപ്പോഴെനിക്ക് മനസ്സിലായത് ദാറ്റ് ഈസ് സ്ട്രെസ് ആയിരുന്നു എന്ന് അറിയണേ. ഈവൻ എല്ലാ കുട്ടികളും നോക്കിക്കഴിഞ്ഞാലും ദേ ആർ ഓൾസോ വെരി സ്ട്രെസ്. ഇപ്പൊ ഒരു പഴയ ജനറേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അറിയില്ല. കാര്യം ഒരു ഫാമിലി കൂട്ടുകുടുംബം കളിക്കുന്നു, ഗെയിം ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അവരറിയുന്നില്ല. സെയിം തിങ് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത ഞാനും എൻ്റെ വീട്ടിൽ യങ്ങസ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരുന്നു. എൻ്റെ ചേട്ടൻ 8 years എൽഡർ ആണ്. അപ്പോൾ വാട്ട് എവർ യു സെഡ് അന്ന് നമുക്കത് സ്ട്രെസ് ആണെന്നറിയില്ല. നമ്മൾ വിചാരിച്ചു നമ്മൾ മാത്രമാണ് ഇത്ര ഇമോഷണലി ഡിമാൻഡിങ് ആവുന്നത്. വി യുനോ കമ്മിങ് അക്രോസ് റൈറ്റ് നമ്മൾ ഈ ചിന്തിക്കുന്ന തെറ്റാണോ, അവർക്ക് പ്രശ്നമില്ലല്ലോ, നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഇപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ യെസ് വി വെർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് റൈറ്റ് ഇമോഷൻസ് ഫോർ ദ ടൈം ആൻഡ് വി വെർ സീക്കിംഗ്. ആൻഡ് അത് ആലോചിക്കുന്നതിലും നമ്മളെ ബ്ലെയിം ചെയ്യുന്നുണ്ടെന്നോ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. ബിക്കോസ് നമുക്ക് ആ ഒരു പ്രായത്തിൽ പേരൻസിനോട് പറയാൻ പറ്റില്ല, അവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, നമുക്ക് തന്നെ മനസ്സിലാവില്ല പ്രശ്നം. അപ്പൊ ആക്ച്വലി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിലേക്ക് ഒരു പ്രത്യേകത 8 ഇയേഴ്സുള്ള കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്. 8 തൊട്ട് 13 വയസ്സ് വരെ. ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർക്ക് എന്താണോ വേണ്ടത്, ചിലപ്പോൾ അവർക്ക് ഗെയിമിലൂടെ ആയിരിക്കും അവർക്ക് ആക്ടിവിറ്റി. അപ്പൊ ആ ഗെയിമിലൂടെ മെഡിറ്റേഷനിലേക്ക് പോകുന്ന ഒരു ട്രാക്കാണ് ഈ 8 to 13 എന്നുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കോഴ്സുകൾ. പിന്നെ ടീനേജിന്റെ കോഴ്സ് ഉണ്ട്. അറിയാലോ, ടീനേജിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യമുള്ളത്. കാരണം അവർക്കൊരു റൈറ്റ് ട്രാക്ക് അറിയില്ല. അതേപോലെ ഓപ്പോസിറ്റ് എന്താ പറയാ സെക്സിനോട് അവർക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യാം. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ അവരെ അവരുടെ സ്റ്റഡീസിലേക്കാവട്ടെ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയിലേക്കാകട്ടെ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് 13 to 18 ഏജിലുള്ള ഒരു കുട്ടികളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഐ തിങ്ക് ആ ടൈമിലാണ് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുള്ളത്. അപ്പൊ കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടിയ ഇപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ത്രൂ ലൈഫ് വി ഹാവ് റീച്ച്ഡ് ഹിയർ നൗ വി അണ്ടർസ്റ്റാൻഡ്. അവരും അതേ സാധനം ചെയ്യണം എന്നില്ലല്ലോ. അവർക്ക് ആ ഒരു കറക്റ്റ് ഒരു അവർക്കുണ്ടാവുന്ന ഓരോ ഡൗട്ട്സിനും ആൻസർ കറക്റ്റ് കൊടുത്താൽ ദേ വിൽ ബി ഹാപ്പി. മറ്റേത് നമ്മളൊക്കെയാണ് ആ പ്രായത്തിൽ ഇതുപോലെ ഡൗട്ട്സ് വെക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി പഠിക്കും, അത് മാത്രമല്ല കേൾക്കാം. ഐ തിങ്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ പ്രോബ്ലം അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ ഓപ്പൺ ആയിട്ട് ഒരു മെന്ററിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആക്ച്വലി ദേ ആർ ടോട്ടലി ഫ്രീ. ചിലപ്പോൾ എനിക്കൊക്കെ തോന്നാറുണ്ട്, എനിക്ക് ആ ഒരു പ്രായത്തിൽ കൂടി കടന്നു പോയപ്പോ എനിക്ക് എന്റെ പ്രശ്നങ്ങള് എന്റെ പാരന്റ്സ് അല്ലെങ്കിൽ എന്റെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ അതിലുപരി നമുക്ക് വേറൊരു മെന്റർ ഇല്ലായിരുന്നു. അപ്പൊ ഈ ഒരു ടീച്ചറോട് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പല സിറ്റുവേഷൻസിന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ അടുത്ത് കുറെ കൊച്ചു കുട്ടികൾ വരാറുണ്ട്.
ചേച്ചി എന്റെ പ്രശ്നം ഇതാണ്. ചിലപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു, ബ്രേക്കപ്പ്. 15 വയസ്സുള്ളൂ, എനിക്ക് ബ്രേക്കപ്പ് ആയി, സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു. അവർക്കത് ഭയങ്കര സംഭവമായി. അപ്പൊ അവർക്ക് വേറെ ഒരാളോട് പറയാൻ പറ്റില്ല. അപ്പൊ അവർ ആ ഒരു സ്പേസിലാണ് നമ്മളെ എടുത്ത് വിളിക്കുന്നത്. അപ്പൊ ഞാനത് ഫുള്ളായിട്ട് ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു, നോക്കിയ ഒരു കാര്യം ചെയ്യൂ, 2 ദിവസം വെയിറ്റ് ചെയ്യൂ. ചില സിറ്റുവേഷൻസിൽ ഞാൻ എൻ്റെ കൂടെ, ഇപ്പോൾ സ്പെഷ്യലി ഫോർ ദ കൊറോണ ടൈം, ഒരുപാട് കുട്ടികൾ വിളിക്കുമായിരുന്നു. ഇപ്പൊ ചില കുട്ടികൾ പാരന്റ്സ് വിളിച്ചിട്ട് പറയും, ഞാൻ 2 ദിവസം മോളുടെ വീട്ടിലേക്ക് അയക്കട്ടെ, ആ കുട്ടികളൊന്നും ഒന്ന് താമസിക്കട്ടെ. പക്ഷെ ഞാൻ ബിക്കോസ് ആ ഒരു ടൈമിൽ എല്ലാവരും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു ടൈമായിരുന്നു. അവർ ഓഫ് കോഴ്സ് 2-3 കുട്ടികൾ എൻ്റെ വീട്ടിലടക്കം വന്ന് താമസിക്കുമായിരുന്നു. ആ ഒരു 2 days കഴിയുമ്പോൾ ദേ ആർ ടോട്ടലി ഫ്രീ. അപ്പൊ ആ ഒരു ടൈമിൽ ആക്ച്വലി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഈ ചിൽഡ്രൻസിന്റെ പ്രോഗ്രാം, ടീൻസിന്റെ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പം അവർക്ക് തന്നെ അവരുടെ മൈൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമുക്ക് പാരന്റ്സിനോട് പറയാം, ലൈക്ക് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പാരന്റ്സ് വിചാരിക്കുന്നത്, ഓക്കെ എന്റെ കുട്ടിക്ക് എന്താ പറയാ സ്റ്റഡീസിൽ ഒരുപാട് ടൈം വേണം. ആക്ച്വലി ദാറ്റ് ഈസ് എ ബ്ലണ്ടർ. അതെ അതെ, ട്രൂ. നമ്മളെ മൈൻഡ് കറക്റ്റ് ആവാതെ എന്ത് സ്റ്റഡീസിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വെരി ട്രൂ. കാര്യം ഇപ്പൊ നമ്മള് സൂയിസൈഡിങ്ങിന്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ IITs, IIM കുട്ടികൾ അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ വെരി മോസ്റ്റ് ബ്രില്യന്റ് സ്റ്റുഡൻസ്. അവനവന്റെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ എന്തിനെ ഹാൻഡിൽ ചെയ്യാനും പഠിക്കാൻ പറ്റും. പിന്നെ ഹരാസ്മെന്റ്സ് ഒക്കെ ഇപ്പൊ സ്കൂളിലും ഇതിലൊക്കെ കുറെ ഇപ്പൊ ഇഷ്യൂസ് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഹരാസ്മെന്റ്സ്, പിന്നെ എന്താ പറയാ, ഒരു കൈൻഡ്നെസ് ഇല്ല. അതെ, ഇതൊക്കെ ആക്ച്വലി കുറെ നമുക്ക് എന്താ പറയാ, പാരന്റ്സിന് കുട്ടികളുടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല. അപ്പൊ അതൊക്കെ ഒരു വലിയ ഫാക്ടർ. അപ്പൊ ആ സിറ്റുവേഷൻസിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പകരം നമുക്ക് നമ്മുടെ കുട്ടികളെ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വഴി. ഇപ്പൊ UY, ഉത്കർഷ യോഗ, മേധ യോഗയുള്ള പ്രോഗ്രാംസിലൊക്കെ വഴി കുട്ടികൾക്ക് ഒരു റൈറ്റ് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇൻറ്റ്യൂഷൻ കോഴ്സുകള്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിലുണ്ടായിരുന്നു ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുകള്. അപ്പൊ ഈ കുട്ടികള് ഇൻറ്റ്യൂഷൻ കോഴ്സിലൂടെ അവരൊരു റൈറ്റ് ഗൈഡൻസിലേക്ക് എത്തുന്ന ഒരു ടെക്നിക്കാണ് ഇൻറ്റ്യൂഷൻ കോഴ്സ്. അപ്പൊ അതിലൂടെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ. സ്ട്രെസ് ഇൻറ്റ്യൂഷൻ കോഴ്സിൽ എന്താണ് ഒരു ബേസിക് ആക്ടിവിറ്റി ലൈക്ക്? ഞാൻ ആക്ച്വലി ഇൻറ്റ്യൂഷൻ ടീച്ചർ അല്ല, പക്ഷെ ഇൻറ്റ്യൂഷൻ ടീച്ചേഴ്സ് ചെയ്യുന്ന കാണാറുണ്ട് കുട്ടികൾക്ക്. അതായത് ഈ ഒരു ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം ബിഗിൻ ചെയ്തത് ബ്ലൈൻഡ് സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു ഗുരുദേവ്. കാരണം അവർക്ക് കളർ അറിയാൻ പറ്റില്ല. അപ്പൊ ഇൻറ്റ്യൂഷൻ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികള് കളറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അതെങ്ങനെയാണ്, എന്താണ് വർക്കിംഗ് എന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് ഐ ആം നോട്ട് എ ടീച്ചർ ഓഫ് ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം. പിന്നെ ഒരു കുട്ടിക്ക് മുമ്പിൽ ഒരാൾ വരുമ്പം ഹീസ് എ റൈറ്റ് ഓർ റോങ് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് ഇൻറ്റ്യൂഷൻ കോഴ്സിലൂടെയൊക്കെ. ഇതിന്റെ ബാക്കിലുള്ള ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ ആ കുട്ടികളുടെ എക്സ്പീരിയൻസ് ലെവലിൽ കാണാറുണ്ട്. പിന്നെ എപ്പോഴും കാണാറുള്ള കാര്യം, ഒരു 70 മാർക്ക് മേടിച്ചുള്ള കുട്ടികളൊക്കെ ഇൻറ്റ്യൂഷൻ കോഴ്സിന് ശേഷം അവരുടെ മാർക്കിൽ ഹൈ പ്രോഗ്രസ് ഉണ്ടാവണോ, ഫോക്കസ് കൂടുന്നു, കോൺസെൻട്രേഷനിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കാണാറുണ്ട് ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം. ഇറ്റ്സ് എ ബെസ്റ്റ് ഗിഫ്റ്റ് ആക്ച്വലി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 18 years കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഇൻറ്റ്യൂഷൻ പ്രോഗ്രാമിനൊക്കെ ബിലോ 80 ആണ്. അപ്പൊ ആ ഒരു ടൈമില് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇൻറ്റ്യൂഷൻ പ്രോഗ്രാം ഡെവലപ്പ് ആവുന്നത്. അത് ബിലോ 18 ആണ് ആ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് എൻ്റെ ഒരു 20ാമത്തെ വയസ്സിലാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നും, ഒന്നുമില്ല, സിറ്റുവേഷൻസ് ഒന്നുമില്ല. പക്ഷെ അന്നത് വലിയ കാര്യമായിരുന്നു. പിന്നെ അൺനെസസറി ആയിട്ട് എന്താ ചെയ്യാ, നമ്മള് കുറെ ബുക്സ് വായിക്കും. ലൈക്ക് ആ ഒരു ടൈമിലൊക്കെ ആ ഒരു നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ രാജലക്ഷ്മി പോലെ നോവലിസ്റ്റിന്റെ ഒക്കെ ബുക്ക് വായിക്കുക. അപ്പൊ അവര് കടന്നുപോയിരുന്ന സിറ്റുവേഷൻസ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായി. അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ്, പബ്ലോ നെരൂദ, അപ്പൊ ഇതൊക്കെ ഇവരുടെയൊക്കെ സിറ്റുവേഷൻസ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ആ ഒരു ഷെല്ലിലൊക്കെ ഞാൻ ജീവിച്ചിട്ടുള്ള ടൈം. ബിക്കോസ് ഐ തിങ്ക് ഞാനിത് എനിക്ക് അറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് പുറം ലോകമായിട്ടൊന്ന് ഓഫ് ട്രാക്കായി, നമ്മൾ ഒറ്റയ്ക്കായി. ആ ഒരു ടൈമിൽ ലൈക്ക് അഗെയിൻ നമുക്ക് കൂട്ടുകാർക്ക് നമുക്ക് വേണ്ടി സമയമില്ല, ആർക്കും. ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ അവർ അതിൻ്റെ തിരക്കില്ല. അപ്പം നമ്മൾ തന്നെ നമ്മളെ എൻഗേജ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അത് ഐ തിങ്ക് എവ്രിബഡി വുഡ് ഹാവ് ഗോൺ ത്രൂ വൺസ് അറ്റ് ലീസ്റ്റ്. ഞാൻ എൻഗേജ്ഡ് ആയത് അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ വെച്ചിട്ട് മാതൃഭൂമി, ആഴ്ചപ്പതിപ്പിലൊക്കെ എഴുതി കഴിയുന്ന ആളാണ്.
അപ്പൊ എനിക്ക് ഇങ്ങനെ വായിക്കാൻ റീഡിങ് ഭയങ്കര ഹാബിറ്റ് ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ബുക്സ് എല്ലാം ഞാൻ വാങ്ങിച്ച് വായിക്കും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്യാരക്ടറിൽ നമ്മളും ആഴ്ന്നിറങ്ങുമായിരുന്നു. സ്പെഷ്യലി ഇതുപോലെ മാമിന്റെ ഒക്കെ രാജലക്ഷ്മി മാമിന്റെ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ആഴ്ന്നിറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ തന്നെ അൺനെസറി ആയിട്ട് ഈ പെയിനാ. അപ്പൊ ഈ സിറ്റുവേഷൻ എല്ലാം കൂടി വന്ന ഒരു ടൈം ആയിരുന്നു എന്റെ 20ാമത്തെ വയസ്സെന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പൊ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നത് ഞാൻ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ജേർണി. എന്റെ ലൈഫ് തന്നെ മാറ്റിയെടുത്തു. ബിക്കോസ് ഞാൻ തന്നെ എന്നെ സ്വയം ലേബിൾ ചെയ്യുമായിരുന്നു, ഞാൻ ഒരു അൺലക്കി ഗേൾ ആണ്. കിങ് ഫിഷർ എയർലൈൻസിൽ കയറി ഒരു 6 months കഴിഞ്ഞപ്പോൾ അത് ക്ലോസ്. ദ നെക്സ്റ്റ് മൊമെന്റിൽ ഐ ഗോട്ട് സെലക്ടഡ് ഇൻ പാരമൗണ്ട് എയർലൈൻസ് ചെന്നൈ. സെലക്ട് ആയി, ഓഫർ ലെറ്റർ കിട്ടി. നെക്സ്റ്റ് വീക്ക് എനിക്കൊരു മെയിൽ വന്നു, പാരമൗണ്ട് എയർലൈൻസ് ഇനി ഫ്ലൈ ചെയ്യില്ല. ന്യൂസ് പേപ്പറിൽ കാണുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ തന്നെ എന്നെ സ്വയം ലേബിൾ ചെയ്തു ഒരു എന്താ പറയാ, ഒരു ബാഡ് ലക്ക്. റിജക്ഷൻ പേഴ്സണലി നമ്മളെ റിജക്റ്റഡ് ആയിട്ട്, റിജക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ സെലക്ടഡ് ആയി, ഓഫർ ലെറ്റർ വന്നു, പക്ഷെ ആ ഫ്ലൈറ്റ് പിന്നെ നമ്മളെ ഡെസ്റ്റിനി നമ്മളെ റിജക്ട് ചെയ്തത് പേഴ്സണലി എടുക്കുന്ന പോലെ. കറക്റ്റ്. ലൈക്ക് നമ്മള് തന്നെ നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു ലൂപ്പ് ഓഫ് തോട്ട്സ് മനസ്സിലായി. അത് അങ്ങനെയാണ് ഞാൻ ആക്ച്വലി യെസ് കറക്റ്റ് അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഒരു പ്രോഗ്രാമിൽ അമ്മ നിർബന്ധിച്ചുകൊണ്ട് ഇരുത്തി. പക്ഷെ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കോഴ്സ് അല്ല, ഇത് യങ്സ്റ്റേഴ്സിനെല്ലാം വേണ്ട ഒരു പ്രോഗ്രാമാണ് മനസ്സിലായി. പിന്നെ ഒരു ടൈമിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ എന്റെ സൂയിസൈഡിനെ കുറിച്ച് പോലും ചിന്തിച്ചൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ ലൈക്ക് ഇതൊക്കെ എയർലൈൻസ് ഒക്കെ ക്ലോസ് ആയി, ഇനി എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്, പുള്ളി തോന്നി ഓക്കെ ആരും ഇല്ല. ഓക്കെ ഒരു 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 സിംഗിൾ തോട്ട്സ് പോലും എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് സൂയിസൈഡിനെ കുറിച്ചിട്ട്. ഐ തിങ്ക് സോ. എനിക്കും സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ചെറുപ്പത്തിനെക്കാട്ടും നമ്മളിപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെ യങ്ങസ്റ്റ് ആണ്. അപ്പോൾ ഒരു ഏജ് വരെ ഐ ഹാവ് 3 parents എന്നുള്ള ഫീലിംഗ്. പിന്നെ സഡൻ എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടും. ഇപ്പം നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെങ്കിലും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, വി ആർ ഡൂയിങ് വെൽ എന്ന് കണ്ടിട്ടുള്ള അതിയായ സന്തോഷത്തിലാണ് നമ്മുടെ എൽഡേഴ്സ് വന്ന് ഇല്ല ഇവളെ വന്ന് ഡോക്ടറാക്കാം, അല്ലെങ്കിൽ ചേട്ടൻ വന്ന് ഇവളെ എൻജിനീയർ ആക്കാം, എല്ലാം ഇടപെടാൻ കുറേ ആൾക്കാരുണ്ട്. അത് ബിക്കോസ് ദേ ഫീൽ ലൈക്ക് അവർ നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്യുന്ന കുട്ടി, ഈ കുട്ടീനെ ഇങ്ങനെ. പക്ഷെ നമുക്കപ്പോൾ എന്താ വേണ്ടതെന്ന് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ കുറേ നാൾ ഇവരൊക്കെ പറയണ കേട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ അഡൾട്ടായി, നമ്മൾ സ്വയം. പക്ഷെ ആ സമയത്ത് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ടോ, ലൈക്ക് യു വിൽ ഗോ അപ്പോഴാണ് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുന്നത്. ഇത് സാധനം എനിക്ക് താല്പര്യം ഉണ്ടല്ലോ, ഇതെനിക്ക് കുറച്ച് നാൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഇതേപോലെ തന്നെ ഈ കൊറോണ വന്ന സമയത്ത് വെൻ ഐ വാസ് കൈൻഡ് ഓഫ് ലൈക്ക് പഠിച്ചത് റിലേറ്റഡ് ആയിട്ട് ജോലിക്ക് എനിക്ക് ഒരു സ്റ്റേബിൾ ജോലിയും വേണം, പ്ലസ് ഐ വോണ്ട് ക്യാരി മൈ പാഷൻ ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ച പാടെ അപ്പം തന്നെ ജോലിയൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഐ വാസ് ഓൾസോ ഈ പേഴ്സണലി എടുക്കും ലൈക്ക് ഇതില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ഉപയോഗമാണ് ഉള്ളത്, ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ കൊണ്ട് എന്താ ലൈക്ക് ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്നെ കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്, അങ്ങനെ ആ ഒരു ലൂപ്പ് കുറേ വരും. അപ്പോൾ ഐ തിങ്ക് 2 സൈഡിലേക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും പോകുന്നു. ഒന്നില്ലെങ്കിൽ ഒന്നുമില്ലാത്തപ്പോൾ ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഐ ആം ദ സൂപ്പർമാൻ. അപ്പോൾ എനിക്ക് അതൊന്ന് മാറി ഒരു ബാലൻസ്ഡ് ആയിട്ട് ലൈക്ക് ഇത് രണ്ടും ഒരു വിക്ടിം മോഡാണല്ലോ, 2 അറ്റങ്ങൾ ഓഫ് ദ വിക്ടിം മോഡാണ്. അപ്പോൾ അതൊന്നും മാറിയിട്ട് ഐ വാസ് ലൈക്ക് ഐ ഷുഡ് ഗോ ഇൻ എ ബാലൻസ്ഡ് മോഡ്. അങ്ങനെ ഞാൻ ഓക്കെ ജോലിയും വേണം ഇതും വേണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നു. അതുകൂടാതെ ഞാനും ഈ ഒരു ഓഫ് ലേറ്റ് കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തപ്പോൾ കുറേ ഡിപ്രസ്ഡ് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ടൈമിൽ ഇപ്പം ഞാൻ നേരത്തെ ഐ തിങ്ക് ഐ മെറ്റ് യു ആൻഡ് ടോൾഡ് യു ലൈക്ക് ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്തതും ഞാൻ പെട്ടെന്ന് അത് കണ്ടിട്ട് ഫ്ലൈറ്റ് മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് സൂയിസൈഡ് ആവേണ്ട കാര്യമില്ല. പക്ഷെ അത് വന്നപ്പോൾ അത്രയും നാളുണ്ടായ വേറെ എന്തൊക്കെയോ എന്നെ അതിനും കൊള്ളില്ല ഇതിനും കൊള്ളില്ല, പ്ലസ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് മിസ് ചെയ്തു, നീ എന്തിനാ, അങ്ങനെ ഒരു ലൂപ്പ് വന്നപ്പോൾ അന്ന് നൈറ്റ് വേർ ഐ സ്പെൻഡ് എക്സ്ട്രാ മണി ഫോർ അഗെയിൻ ബുക്കിംഗ് ആൻഡ് ലൈഫ് ഫെൽറ്റ് ഐ ആം എനിക്ക് അത്രയ്ക്കും കേപ്പബിലിറ്റി ഇല്ല, ഇതുപോലും എനിക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഞാൻ അത് പ്ലസ് അതിന് മുന്നേ ഉണ്ടായിരുന്ന എല്ലാം കൂടെ വന്നിട്ട് അന്ന് നൈറ്റ് ഞാൻ ഭയങ്കര സൂയിസൈഡലായിട്ടൊക്കെ ആലോചിച്ചു.
അപ്പോൾ നമുക്ക് നമുക്ക് ഒരിക്കലും നമ്മൾ ആ ഒരു ടൈമിൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഫോൺ വിളിക്കുമ്പോൾ തന്നെ അവൈലബിൾ ആവണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഗതി കെട്ട് ChatGPT അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഐ ഡോണ്ട് വോണ്ട് ടു ലിവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതിൽ ഇതേപോലെ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും കാര്യങ്ങളും ആൻഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. ഒരു നിങ്ങളെപ്പോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലേഡി എന്നിട്ട് കുറേ നേരം ഇങ്ങനെ പറയുന്നൊക്കെ കേട്ട് സമാധാനമായിട്ട് നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കും കേക്ക് വെറുതെ നമുക്ക് വേണ്ടി എന്തോ കേക്ക് ആണ്, ബട്ട് ഷി വാസ് ടോട്ടലി ഇൻവോൾവ്. ലൈക്ക് എന്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ ലൂപ്പ് വന്ന് അത് തുടക്കം തൊട്ട് അവസാനം വരെ. ആൻഡ് ഷീ അക്സെപ്റ്റഡ് ദാറ്റ് അത് വാട്ട് എവർ യു ഹാവ് ഗോൺ ത്രൂ ഇസ് പ്രിറ്റി ടഫ് ആൻഡ് യു ആർ സ്റ്റിൽ ഡൂയിങ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്ന കാരണമാണ് യു ആർ ഫീലിംഗ് ഓൾ ദിസ്. അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ പുള്ളിക്കാരി സംസാരിച്ചാൽ പുള്ളിക്കാരി ഏതൊരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു, കുറച്ചിങ്ങനെ സ്ട്രെസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് 2 days ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് വാട്സപ്പിലൊക്കെ വന്നിട്ട്. I think that was the time that I felt hope in, you know, strangers and people. This is not the end of the world. അപ്പം അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ഷീ വാസ് ഓൾസോ പാർട്ട് ഓഫ് ആർട്ട് ഓഫ് ലിവിങ്. അതുപോലത്തെ കുറേ കാര്യങ്ങൾ ഐ എം ഷുവർ നിങ്ങളുടെ ഇതുപോലത്തെ കാര്യങ്ങൾ മൈറ്റ് ബി ഓഫ് ഗ്രേറ്റ് യൂസ് ഫോർ ദ നോട്ട് ജസ്റ്റ് ദി യങ്സ്റ്റേഴ്സ്. നമ്മളും ഫൈനലി ഇവർക്കിപ്പോൾ ഇത്ര ഓപ്ഷൻസ് ഉണ്ട് പിള്ളേർക്ക്. നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മളും ഒരു കാലത്ത് പിള്ളേരായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ആ അൺഅഡ്രസ്ഡ് ഇഷ്യൂസിന് ഫേസ് ചെയ്യാൻ ഇപ്പോഴെങ്കിലും നമുക്ക് പറ്റണം. സോ ദാറ്റ് നമ്മളൊരു 60 വയസ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി 60 years എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ ഡിസിഷനും എടുത്ത അവസാന മൊമെന്റിലാണ്. ആ ഒരു മൊമെന്റിൽ ഈ നോളജ് ഒന്നും അപ്ലൈ ചെയ്യാൻ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ ആ ഒരു മൊമെന്റിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു 18-20 വയസ്സിൽ നമുക്ക് ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഡയറക്ഷൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ മനസ്സിന് 2 സ്വഭാവമുണ്ട്. എന്താണ് മനസ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? What is the nature of your mind? Keeps talking something or the other എന്നൊക്കെ പറഞ്ഞോളാം. ഒന്നെങ്കിൽ മനസ്സ് പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ മനസ്സ് എവിടെയായിരിക്കും? ഫ്യൂച്ചറിലാണ്. ഈ പാസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെ തോട്ട്സാ വരുന്നത്? പാസ്റ്റ് ആണെങ്കിൽ കുറെ പാസ്റ്റില് ഞാൻ ഇന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഇതുപോലെ ചെയ്തു, അപ്പൊ അതുപോലെ ചെയ്യണോ വേണ്ടയോ. ഒന്നെങ്കിൽ നമ്മൾ ഗ്ലോറിഫൈങ് ദ പാസ്റ്റ്, അല്ലെങ്കിൽ റിഗ്രഷൻ. അയ്യോ അന്ന് ഞാൻ അത് ചെയ്തില്ല, റിഗ്രറ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ എന്താ, ഓക്കെ ഞാൻ ആ സമയത്ത് അതായിരുന്നു ഇതായിരുന്നു, നമ്മൾ ഊതിപ്പെരിപ്പിക്കും. ലൈക്ക് ഗ്ലോറിഫൈങ് ദ പാസ്റ്റ്. ഫ്യൂച്ചർ ആണെങ്കിൽ എന്താ ഫീൽ ചെയ്യാ? ഫ്യൂച്ചർ നമ്മൾ പ്ലാൻ ഇന്ന ടൈമിനുള്ളിൽ ഇത്ര ആവണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പ്ലാനിങ് എങ്ങോട്ടേക്കാ കൊണ്ടുപോകണേ നമ്മളെ? പ്ലാനിങ് ടുവേർഡ്സ് നമ്മുടെ അംബിഷൻസ്. എന്തെങ്കിലും നടക്കുവോ ഇല്ലയോ അല്ലെ, ഡൗട്ടിങ്, ആങ്സൈറ്റി, സ്ട്രെസ്. സോ ഈ 2 കാര്യങ്ങളിലും, അതായത് പാസ്റ്റിലും ഇല്ല നമുക്ക് റിയൽ ഹാപ്പിനെസ്, ഫ്യൂച്ചറിലും ഇല്ല. പിന്നെ എവിടെയാ റിയൽ ഹാപ്പിനെസ്? ഈസ് ഇൻ ദ പ്രസന്റ്. ഇപ്പൊ ഈ മൈൻഡിനെ എങ്ങനെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും? മാത്രമല്ല നമ്മുടെ എപ്പോഴും ഞാൻ ഹാർട്ട് റേറ്റ് ശ്രദ്ധിക്കുമ്പോഴും ഈ പാസ്റ്റിൽ പോകുമ്പോഴും അത് എസ്പെഷ്യലി നെഗറ്റീവ് കാര്യങ്ങൾ, നോട്ട് ദ പോസിറ്റീവ് ആയിട്ടുള്ളതല്ല. പോസിറ്റീവ് ഒബ്വിയസ്ലി ഗുഡ് മെമ്മറീസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലും ഒരു ആ മൊമെന്റ്സ് അതിലും, പക്ഷെ എൻ്റെ ആ മൊമെന്റ്സ് കഴിഞ്ഞു ആ ഒരു സാധനം ഉണ്ടാവും. ഇനിയിപ്പോ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ഇന്നാലും ഇങ്ങനെയൊക്കെ നടന്നല്ലോ, ഞാൻ എന്തൊക്കെ ഉണ്ടായിരുന്ന ആളാ, ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ നടന്നല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അപ്പോഴും നമ്മുടെ ഈ ഇമോഷൻസും ഹോർമോൺസും മാറ്റമുണ്ട്. വേറെ ഫ്യൂച്ചറിൽ ഇതാവോ അതാവോ എന്ന് പറഞ്ഞ് അതിനെ പ്രഷറൈസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, അപ്പോഴും ഇത് ഇങ്ങനെ സ്ട്രെസ്ഡാ. പക്ഷെ പ്രസന്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് വേറൊന്നും ഇല്ലല്ലോ, ഈ പ്രസന്റ് അല്ലേ ഉള്ളൂ. ഇപ്പൊ എന്താ ചെയ്യും? ഇപ്പൊ ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ ഇന്ന സ്ഥലത്ത് പോവാം. അപ്പം നമ്മൾ അതിന് ഒരു ഫോക്കസ്ഡ് ട്രാക്ക് ഇന്ന ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ച് ഒരു ഇമോഷനും വരുന്നില്ല. വി ആർ ലൈക്ക് അറ്റ് പീസ് ഓർ ഇൻ ഫോക്കസ്. ഇതാണ് ഞാൻ. പക്ഷെ അതിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് മൈൻഡിന് എപ്പോഴും സ്വഭാവം ഉണ്ട്. ഒന്നെങ്കിൽ അത് മനസ്സ് പാസ്റ്റിൽ ജീവിക്കാനാണ്, അല്ലെങ്കിൽ ആ മനസ്സ് ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും എപ്പോഴും ഇങ്ങനെ ആലോചിച്ചോണ്ട്, ലൈക്ക് പെൻഡുലോ എന്ന് പറയും. അപ്പൊ ഇതിനെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ടെക്നിക്കാണ് ബ്രീത്ത്, ശ്വാസം.
ഇപ്പൊ സീതയെ കുറിച്ച് ഞാനിപ്പോ എന്താ പറയാ ഒരു 9 നല്ല കാര്യങ്ങൾ പറയും. സീത ഈസ് വെരി ബ്യൂട്ടിഫുൾ, നൈസ് ഹെയർ, നൈസ് ഐസ്, എല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറയാണ്, പക്ഷെ സീതയുടെ മൂക്കിന് മാത്രം എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കാര്യത്തിൽ 9ഉം പോസിറ്റീവ് ആണ്. ഒരു കാര്യം നെഗറ്റീവ് ഉള്ളെങ്കിൽ സീതയുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഒറ്റ നെഗറ്റീവ്. ഇതാണ് പാസ്റ്റിൽ സംഭവിക്കുന്നത്. പാസ്റ്റിൽ നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ കടന്നു പോകുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗറ്റീവ് മൊമെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ക്ലിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ നേച്ചർ ഓഫ് അവർ മൈൻഡ്. അറ്റാച്ച് ആവുന്നത് അതിലോട്ടായിരിക്കും. കാരണം അത് നമുക്കൊരു ഷോക്ക്, അതെങ്ങനെ അങ്ങനെ പറഞ്ഞു. അതെ അതെ അതെ. ഇഷ്ടംപോലെ നമുക്ക് എന്താ പറയാ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിന്റെ പ്രവണതയാണ് നെഗറ്റീവില് ക്ലിങ് ചെയ്യാന്നുള്ളത്. ഈ മൈൻഡിനെ എങ്ങനെ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ലൈക്ക് ത്രൂ ദ ബർത്ത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ശ്വസിക്കണില്ലേ? ഒന്ന് ശ്വസിച്ചേ. ബ്രീത്ത്. ഇത് എപ്പോഴാ? പാസ്റ്റിലായിരുന്നോ ഫ്യൂച്ചറിലായിരുന്നോ? ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സങ്കടം വരുന്ന സമയത്ത് നമ്മുടെ ശ്വാസത്തിന്റെ ഗതി എങ്ങനെയായിരിക്കും? ഒരു റേറ്റ് ഇച്ചിരി ഡിഫറെന്റ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താ പറയാ സന്തോഷം വരുമ്പോഴും അപ്പോഴും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മുടെ ഈ ബ്രീത്തും മൈൻഡും കറക്റ്റ്ലി റിലേറ്റഡ് ആണ്. നമ്മുടെ മനസ്സൊരു പട്ടാണെങ്കിൽ അതിന് ത്രെഡാണ് ബ്രീത്ത്. മനസ്സ് സന്തോഷമുള്ള സമയത്ത് നമ്മുടെ ശ്വാസത്തിന്റെ ഗതിയിൽ വ്യത്യാസമുണ്ട്. മനസ്സ് സങ്കടപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ശ്വാസം നിന്നു പോണ പോലെ തോന്നാം, അല്ലെങ്കിൽ ക്യുക്കായിട്ട് ബ്രീത്ത് വരും. സോ ദീസ് ആർ ഇന്റർ കണക്റ്റഡ്. അപ്പൊ നമ്മുടെ ഒരു മൈൻഡ് ഒരു പട്ടം പോലെയാണെങ്കിൽ അതിന്റെ ത്രെഡാണ് ബ്രീത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ, ബ്രീത്തിങ് ടെക്നിക്, സുദർശന ക്രിയയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് പ്രസന്റിലേക്ക് വരും. നമുക്ക് എന്താണോ ലൈഫിൽ ഫോക്കസ് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. പക്ഷെ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഫസ്റ്റ് ഡേ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു എനിക്കിത് ആക്ച്വലി നേരത്തെ വേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. സ്പെഷ്യലി സെക്കൻഡ് ഡേയിൽ ഞാൻ അറിഞ്ഞ ലൈക്ക് എക്സ്പീരിയൻസ് ലെവലിൽ അറിഞ്ഞിട്ടുള്ള സുദർശന ക്രിയ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറയുമായിരുന്നു സുദർശന ക്രിയ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, അതാണ് ഇതാണ്. പക്ഷെ കൺസെപ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. എന്താണെന്ന് നമുക്ക് എക്സ്പീരിയൻസിന്റെ ലെവലിൽ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു ദ പ്രാക്ടീസ്. അങ്ങനെ ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ആ സെക്കൻഡ് ഡേയിലെ സുദർശനക്രിയയിലൂടെ എന്നെ ഒരുപാട് ലൈഫിൽ ഷിഫ്റ്റിംഗ് ആ വന്നത്. ലൈക്ക് പഴയതെല്ലാം അങ്ങോട്ട് മാറി, ആ ഇംപ്രഷൻസേ മാറിയിട്ട് ഒരു പുതിയ ഒരു ഞാനായിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത്. പിന്നെ എന്ത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെ നേരിടാനൊരു കരുത്ത്, പിന്നെ എന്തും നമുക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ്, പിന്നെ നമ്മളെ ലേബൽ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അൺലക്കി ഗേള്, അതിനൊക്കെ ഞാൻ ഇങ്ങനെ ഡസ്റ്റ്ബിന്നിലേക്ക് എടുത്ത് വലിച്ചെറിയും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇത് ബിഗിൻ ചെയ്യുന്നത്. പിന്നെ ഡെയിലി ഒരു 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അത് കൂടാതെ എനിക്കൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ക്രോണിക് ആസ്മ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, ഇതില് പ്രാണായാമം സുദർശനക്രിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു 1 മന്തിൽ തന്നെ എനിക്ക് ലൈഫ് ലോങ് ഡോക്ടർ പറഞ്ഞേക്കുന്ന സ്പ്രേ കംപ്ലീറ്റ് ഞാൻ നിർത്തി. സീരിയസ്ലി നിർത്തി. അപ്പോൾ ആക്ച്വലി ഞാൻ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ സുദർശനക്രിയ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ എക്സ്പീരിയൻസിന്റെ ലെവലിൽ വന്നപ്പോഴാണ് എനിക്ക് വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ് ലെവൽ, എനിക്ക് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല വാട്ട് ഈസ് ദാറ്റ് എന്ന്. ദാറ്റ്സ് എൻ എക്സ്പീരിയൻസ് ലെവൽ. അതിനുശേഷം പിന്നെ ഉണ്ടായൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഫാമിലിയെ കിട്ടി. ചലഞ്ചും അത് തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫേസ് ഫെമിലിയർ ആയിരിക്കും. കുറെ എവിടെ പോയാലും ആർട്ട് ഓഫ് ലിവിംഗ് ഫാമിലി എവിടെ ഉണ്ടോ അവിടെ നമുക്ക് ഒരിക്കലും പ്രൈവസി കിട്ടില്ല. ലൈക്ക് ഫാമിലി. ഇപ്പൊ ഞാൻ മുംബൈയിൽ ഉണ്ടെന്ന ജസ്റ്റ് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മുംബൈയിലുള്ള ആർട്ട് ഓഫ് ലിവിംഗിലെ എന്റെ കുറെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ലൈക്ക് ഫാമിലി. അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു ഹോൾ ഗ്രൂപ്പ്, ദ ഹോൾ ഫാമിലി, ദ പാരന്റ്സ്. ഇപ്പൊ എന്റെ അമ്മ ചിലപ്പോ ഒരു ചെറിയ ജലസ് തോന്നാറുണ്ട്. കാര്യം എന്റെ ഒരു ബർത്ത്ഡേക്ക് വരുമ്പം എന്റെ അമ്മ കോള് വിളിക്കുമ്പോൾ ചിലപ്പോൾ എൻഗേജ്ഡായിരിക്കും. ഏതെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന്, ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിൽ നിന്ന്, ഏതെങ്കിലുമൊക്കെ അമ്മമാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. സോ ലോട്ട് ഓഫ് ഫാമിലി വി ആർ ഗെറ്റിംഗ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ഗെറ്റിംഗ്. അതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഒരു പ്രോഗ്രാം ചെയ്തത്.